കറിവേപ്പില ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ചിക്കൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇവിടെ കറിവേപ്പിലയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കറികളെ താളിക്കാനും ചമ്മന്തി അരയ്ക്കാനും കറിവേപ്പില റൈസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ ഇലകൾക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഫ്രഷ് കറി ലീഫ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഈ കറിയുടെ ടേസ്റ്റ് വർദ്ധിക്കാനായി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടേക്കണേ. നല്ല രുചികരമായ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കറി ലീഫ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1.25 കിലോ ഇറച്ചിയാണ്. വളരെ കുറച്ച് പ്രായമുള്ള ഇറച്ചി തന്നെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുക. ഒരുപാട് വണ്ണമുള്ളതും ഒരുപാട് പ്രായമുള്ള ചിക്കൻ വേണ്ട, വളരെ ചെറിയൊരു കോഴി തന്നെ ഉപയോഗിച്ചാൽ മതി. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കറി ലീഫിൻ്റെ ഒരു മസാല റെഡിയാക്കണം. ഇതിനായി ഒരു ജാറിൽ 30 ഗ്രാം വെളുത്തുള്ളിയും 20 ഗ്രാം ഇഞ്ചിയും എരിവിനനുസരിച്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5-6 പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബഞ്ച് കറി ലീഫാണ്. ഫ്രഷ് കറി ലീഫ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, എന്നാൽ നല്ല കളറും ഫ്ലേവറും നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ ഇലകളെല്ലാം നമുക്ക് ഈ ജാറിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരാണ്. ഇതിനെയും ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായി തന്നെ അരച്ചെടുക്കാം. ഇതുപോലെ ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ട് നമുക്ക് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാം. എല്ലാ ദിവസവും കറിവേപ്പില കഴിക്കുന്നത് നിങ്ങളുടെ കാഴ്ച മെച്ചപ്പെടുത്തുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും ദന്ത സംരക്ഷണം മെച്ചപ്പെടുത്തുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നല്ല നിലയാക്കുകയും ചെയ്യുന്നു. കറിവേപ്പില ഛർദി തടയുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുവാനും ദഹനം മെച്ചപ്പെടുത്തുവാനും ധാരാളം ഗുണങ്ങൾ പകരുന്നു. ഇനി സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യമെടുത്താൽ കറിവേപ്പില ചർമ്മത്തിന് തിളക്കം നൽകുകയും മുഖക്കുരു, പിഗ്മെൻറ്റേഷൻ എന്നിവയിൽ നിന്ന് മുക്തി നേടിത്തരുകയും ചെയ്യുന്നു. ഇത് വേരുകളിൽ നിന്ന് മുടികളെ ശക്തമാക്കുകയും തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു. ചിക്കൻ ഇതാ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി 2.5 ടീസ്പൂൺ കുരുമുളക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് വെക്കണം. കുരുമുളക് എപ്പോഴും ഫ്രഷ് തന്നെ ഉപയോഗിക്കണം. ഇതുപോലെ പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഫ്രാഗ്രൻസ് ഇല്ലാതാകും. അതുകൊണ്ട് നമുക്ക് ഇത് ഫ്രഷ് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് വെക്കാം. ആദ്യം നമുക്ക് കറി ലീഫിൻ്റെ ഈ ചിക്കൻ ഉണ്ടാക്കാനായി ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 7 ഗ്രാമ്പു ചേർത്തി കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന്, 1.5 ടീസ്പൂൺ കടല, പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കൊറിയാണ്ടർ സീഡ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1-1.5 ടീസ്പൂൺ കുരുമുളക്. ഇതിനെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി തണുത്ത കാലത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളുത്ത എള്ളും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ശരീരത്തിന് ചൂട് നൽകും. എണ്ണയിൽ ഈ മസാലകളൊക്കെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് തണുക്കാനായി എടുത്ത് വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് എണ്ണ ചേർത്തി കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 കറുത്ത ഏലക്കയും കുറച്ച് പട്ടയും ചേർക്കാം. 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറി ലീഫ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചെറിയുള്ളിയാണ്. ചെറിയ ഉള്ളിയും ചെറിയ ചിക്കനുമാണ് ഈ ഗ്രേവിയുടെ ടേസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളിയും ഉപയോഗിച്ച് ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. ഉള്ളിയെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കളറൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തി കൊടുക്കാം. റോസ്റ്റ് ചെയ്തിരുന്ന മസാലകൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി ഇത് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്തി കൊടുക്കാം.
ഉള്ളിയുമായി ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലുള്ള പച്ചമണമൊക്കെ മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് മറിച്ച് എല്ലാ സൈഡും ചിക്കനെ കുക്ക് ചെയ്തെടുക്കണം. ഈ മസാലയിലുള്ള പച്ച കളറും പച്ച മണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന കുരുമുളക് 2 ടീസ്പൂൺ വിതറി കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഈ ചിക്കനെ കുക്ക് ചെയ്തെടുക്കാം. ഈ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്ത മസാലകൾ, അതിൻ്റെ പേസ്റ്റ്, ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ചിക്കനെ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. എല്ലാ മസാലകളുമായി മിക്സ് ചെയ്ത് കുറച്ച് നേരം കുക്കായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ചിക്കനൊക്കെ നന്നായി കിടന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ചിക്കനിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. തക്കാളി നമ്മുടെ ഈ കറിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും പിന്നെ ഈ ഇറച്ചി നന്നായിട്ടൊന്ന് വേവാനായിട്ട് ഇതിലുള്ള വെള്ളം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. തക്കാളിക്കൊപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി വേഗം കുക്ക് ചെയ്യാൻ ഹെൽപ്പാകും. ഇറച്ചി വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ചിക്കൻ വേവുന്നത് വരെ നമുക്ക് ഈ ഗ്രേവിയുമായിട്ട് കുക്ക് ചെയ്യാം. ചിക്കൻ ചെറിയ സൈസ് ആയതുകൊണ്ട് വേഗം ഇത് കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, പഞ്ചസാര. വളരെ കുറച്ച് പഞ്ചസാര ഇതിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം. കുറച്ച് പഞ്ചസാര ചേർത്തി കൊടുത്താൽ നമ്മളുണ്ടാക്കുന്ന ഡിഷ് കാരമലൈസ് ചെയ്യാൻ ഹെൽപ്പാകും. പിന്നെ ചെറിയ ഉള്ളിയുടെ മധുരത്തെ എൻഹാൻസ് ചെയ്യും. ഏതൊരു മധുരമുള്ള ഡിഷിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സ്പൈസി ഉള്ള ഫുഡിൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ ആ ഡിഷിൽ അടങ്ങിയിട്ടുള്ള ഏതൊരു മസാലയുടെയും ക്യാരക്ടർ കണ്ട് പുറത്ത് വരും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ റെസിപ്പി കുക്ക് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ഫ്ലേവർഫുള്ളുമായിട്ടുള്ള കറി ലീഫ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ചും കൂടി റോസ്റ്റ് ചെയ്തിട്ട് ഡ്രൈ ചിക്കനും ആക്കാം, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒരു ഗ്രേവി പോലെയും നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ്. ഞാനിതാ ഒരു സെമി സോളിഡ് ഗ്രേവിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചൂടോടെ തന്നെ നമുക്ക് ഈ കറി ലീഫ് ചിക്കനെ സെർവ് ചെയ്യാം. കറി ലീഫ് ചിക്കൻ ഗാർണിഷ് ചെയ്യാനായി 2 തണ്ട് കറിവേപ്പില കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. നല്ല ക്രഞ്ചി കറിവേപ്പില നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാവുന്നതാണ്. ഞാൻ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നല്ല പെപ്പറിൻ്റെ കിക്കും കറിവേപ്പിലയുടെ ഫ്ലേവറും ഉള്ളിയുടെ മധുരമായ ടേസ്റ്റും നമ്മളിട്ടിട്ടുള്ള പരിപ്പിൻ്റെ നട്ടിനെസ്സും ജിഞ്ചറിലുള്ള ആ ഒരു ഫ്രഷ്നെസ്സും ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കറി ലീഫ് ചിക്കൻ കറിയിൽ. നല്ല രുചികരമായ കറി ലീഫ് ചിക്കൻ നിങ്ങൾക്ക് ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട്, പത്തിരി, ചോറ് എന്നിവയോടൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല രുചികരമായ ആരോഗ്യകരമായ കറി ലീഫ് ചിക്കൻ കറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയെ ലൈക്ക് ഷെയർ ചെയ്ത് ഒരുപാട് ഷെയർ ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.